ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ആനാട് പാറയ്ക്കൽ മണ്ഡപം ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ആനാട് ബ്രദേഴ്സ് അവതരിപ്പിച്ച പ്രോഗ്രാമാണ് കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തിര ഫോക്ക് ബാൻഡിൻ്റെ നാടൻ പാട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നിറയുമ്പോഴത്തേക്ക് നമ്മുടെ ആനാട് ബ്രദേഴ്സ്, നമ്മുടെ ആനാടുള്ള തന്നെ ആൾക്കാർ, കൊച്ചു കുട്ടികളും പിന്നെ അവിടെ ഉള്ള കുറേ നമ്മുടെ കലാകാരന്മാർ, നല്ല അടിപൊളി നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരുണ്ടല്ലോ, അവർ അവതരിപ്പിച്ചതാണ്. നമ്മുടെ ഇവിടെ ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന, പാട്ടൊക്കെ പഠിപ്പിക്കുന്ന ഒരു സെൻ്ററുണ്ട്. അപ്പോൾ സെൻറ്ററിലുള്ള കുട്ടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ആനാട് ജംഗ്ഷനിൽ, ബാങ്ക് ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷനിലാണ് ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. ഇതിലെ പരസ്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു നൃത്യങ്ങളും കരാക്കെ ഗാനമേളയെന്ന് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടല്ലേ ആ കുഞ്ഞു മോള് കളിക്കുന്നത്. നല്ല സൂപ്പർ ഡാൻസ് ആയിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഇവർ ഒരുക്കങ്ങളും എല്ലാം നല്ല രീതിയിലുള്ള ഒരുക്കങ്ങൾ ഇവിടുത്തെ ആട്ടോ ചേട്ടന്മാരാണെങ്കിൽ എല്ലാവരും ഒരുപാട് സഹകരിച്ചിട്ടുണ്ടെന്നാണ് അവിടുത്തെ സ്റ്റാഫുകൾ പറയുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരെല്ലാം പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവർ അതിന് അവർക്ക് എല്ലാവർക്കും നന്ദിയൊക്കെ അനൗൺസിലൂടെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ തന്നെ ഗായകരുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പാടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. കരാക്കെ ഗാനമേളയൊക്കെ ഒരുപാട് ഇതിൽ അവർ പാടി. നമുക്ക് എല്ലാം ഒന്നും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് പ്രോഗ്രാമുകളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ആനാട് ഈ ഓട്ടോ സ്റ്റാൻഡ്, നമ്മുടെ ബാങ്ക് ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഓട്ടോ സ്റ്റാൻഡിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ഓപ്പൺ സ്റ്റേജ് കെട്ടി അവിടെയാണ് നമ്മുടെ ഈ ഘോഷയാത്ര വരുന്നതിന് മുന്നോടിയായിട്ട് ഇവർ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുൻവശത്തു കൂടെയാണ് പ്രോഗ്രാം, നമ്മുടെ ഘോഷയാത്ര പോകേണ്ടി വരുന്നത്. അപ്പോൾ ആ ഘോഷയാത്ര ഇവിടെ എത്തുന്നതിന് മുൻപായിട്ട് ഇവർക്ക് പ്രോഗ്രാം തീർക്കുകയും വേണം. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അവർ നല്ല അച്ചടക്കത്തോടും വിനയത്തോടും എല്ലാവരുടെ അടുത്തും നല്ല സഹകരണമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ പ്രോഗ്രാം കാണാൻ. ഞാൻ കുഞ്ഞു മക്കളുടെ പ്രോഗ്രാം ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാട്ടിലെ ആൾക്കാരുടെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ കാണാൻ വേണ്ടി ഒരുപാട് പേര് കാണുമല്ലോ. അതിൻ്റേതായ ആ ഒരു ചിട്ടയും ആ അടക്കവും ഒതുക്കും എല്ലാം അതുപോലെ പാലിച്ചുകൊണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മളെങ്ങും കാണാത്ത ഒരു ഒതുക്കമുണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് സാധാരണ ഈ നമ്മളിപ്പം ബേക്കിൽ നിന്നൊക്കെ ഒരുപാട് കമൻറ്റുകളൊക്കെ വരും. നമ്മളിങ്ങനെ ഡാൻസ് കളിക്കുമ്പോഴത്തേക്ക്, വലിയ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുകയല്ലേ, വലിയ ആൾക്കാർ പാടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കമൻറ്റുകളൊക്കെ വരാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു കേട്ടോ. അവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് കേട്ട് അവർ കയ്യടിയും, എന്ന് പറഞ്ഞാൽ അവർ ഓരോ പാട്ട് അല്ലെങ്കിൽ ഓരോ പരിപാടി കഴിയുമ്പോഴത്തേക്ക് അവർ നല്ല രീതിയിൽ കയ്യടിക്കുക, അവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുകയാണ് ആനാട് ബ്രദേഴ്സ് ചെയ്തത്. ആനാട് ബ്രദേഴ്സ് നടത്തുന്ന പ്രോഗ്രാം ആനാട് തന്നെ ഉള്ള നാട്ടുകാരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനാട് നാട്ടുകാർ മാത്രമല്ല, ഒരുപാട് അല്ലാതെയും നെടുമങ്ങാടുള്ള ആൾക്കാർ, നമ്മളെ ചുള്ളുമാനിൽ നിന്നാണ് പോയത്. നമ്മൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും കൂടെ നല്ല രീതിയിൽ സപ്പോർട്ട്, നമ്മളെല്ലാം ഈ കുഞ്ഞു മക്കൾക്കാണെങ്കിലും അല്ലെങ്കിൽ വലിയ ആൾക്കാർക്കാണെങ്കിലും ഇവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചാൽ വലിയ കുട്ടികളും ഉണ്ടായിരുന്നു, കുഞ്ഞു മക്കളുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമ്മുടെ സദസ്സ് എന്ന് പറയാതെ ഫ്രണ്ടിലിരിക്കുന്ന അവർ എല്ലാവരും സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഇരിക്കാനുള്ള കസേരയും കാര്യങ്ങളെല്ലാം അവർ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം കാണാൻ വേണ്ടി, ഇരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പറ്റുന്നത് പോലെയൊക്കെ അവരെല്ലാവർക്കും ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. മാന്യമായിട്ടുള്ള ആളുമുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ എല്ലാവരും അതുപോലെ അവരുടെ പ്രോഗ്രാം തീരുന്നത് വരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ നിന്ന് എല്ലാവരും പോയത് കേട്ടോ. അപ്പോൾ ഈ പ്രോഗ്രാം ഇതൊന്നും ലാസ്റ്റ് പ്രോഗ്രാമൊന്നുമല്ല, ഇതല്ലാതെ തന്നെ പിന്നെയും പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിനുശേഷം പ്രോഗ്രാമൊന്നും എനിക്ക് എല്ലാം എടുക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റും വിഷയങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഓരോ വിഷയങ്ങളുള്ളത് കാരണം ഞാൻ ഒരുപാട് പ്രോഗ്രാമൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ കുഞ്ഞു മോളെ ഉണ്ടല്ലോ, ഇതിൽ ഉള്ളതിൽ ഏറ്റവും കുഞ്ഞു മോൾ ഇതാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഈ മോള് ഡാൻസ് കളിച്ചു. മോൾക്ക് അതിനൊരു അവസരം, മോൾക്ക് മാത്രമല്ല, ഇതുപോലെ ആനാട് ബ്രദേഴ്സ് അവസരം കൊടുത്ത എല്ലാവർക്കും അത് നമ്മൾ അവരുടെ അടുത്ത് തന്നെ നന്ദി പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതുപോലുള്ള വേദികൾ കിട്ടുമ്പോഴാണല്ലോ അവർ നല്ല രീതിയിൽ വിജയിച്ചു വരുന്നത്. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണേ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.